ഏറ്റുമാനൂർ GP റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ 21ാമത് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. പടിഞ്ഞാറേനട NSS കരയോഗം ഹാളിൽ നടന്ന സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രദേശത്തെ സാമൂഹ്യ വികസന വിഷയങ്ങളിൽ ദിശാബോധം വളർത്തിയെടുക്കാൻ റെസിഡൻസ് അസോസിയേഷനുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രംഗത്തെടുക്കുന്ന സമീപനങ്ങളാണ് അത്തരത്തിലുള്ള നമ്മുടെ ജീവിതാവശ്യം. ആ ജീവിതാവശ്യങ്ങളെല്ലാം പരിഹരിക്കാൻ റെസിഡൻസ് അസോസിയേഷൻ ഇടപെടുന്ന പോലെ അതിലുപരിയാണ് ഞാൻ ഈ സൂചിച്ച സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നതമായ സാംസ്കാരിക ബോധം വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയ ഇതുവഴി നടക്കുന്നു. നമ്മൾ നല്ല കുടുംബ ബന്ധം ഉണ്ടാക്കുന്നു, നല്ല അയൽബന്ധം ഉണ്ടാക്കുന്നു, നല്ല സൗഹൃദ ബന്ധം ഉണ്ടാക്കുന്നു. അങ്ങനെ നമുക്ക് നല്ല രൂപത്തിൽ ഒരു പ്രദേശത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക കൂട്ടായ്മയായി റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ മാറും. ഇപ്പോൾ നമ്മൾ ഏത് നല്ല പ്രവൃത്തി കണ്ടാലും ഇന്നിപ്പോൾ ഇവിടെ നിങ്ങൾ അൻസലിനെ ആദരിക്കുന്നു. അൻസലിനെ ആദരിക്കാൻ നിങ്ങൾക്ക് തോന്നിയെന്തുകൊണ്ടാണ്? അൻസലിനെ അടുത്ത കാലത്ത് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ അവാർഡ് നേടിയ നമ്മുടെ ഈ ജില്ലയിലെ അപൂർവ ജില്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ ഉള്ളെന്ന് തോന്നുന്നു, ഏറ്റവും മിടുക്കനായ SHO ആണ്. അദ്ദേഹം ഒരു അംഗീകാരം നേടിയപ്പോൾ അദ്ദേഹത്തെ ആദരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നത് സംസ്കാരത്തിന്റെ ലക്ഷണമാണ്, സമ്പന്നമായ സംസ്കാരത്തിന്റെ ലക്ഷണമാണ്. അസോസിയേഷൻ പ്രസിഡന്റ് B രാജീവ് അധ്യക്ഷനായിരുന്നു. ഏറ്റുമാനൂരിൽ 20 ബെഡുകളുള്ള ആയുർവേദ ആശുപത്രി അനിവാര്യമാണെന്നും അതിന് അടുത്ത ബജറ്റിൽ തുക വകയിരുത്തണമെന്നും റെസിഡൻസ് അസോസിയേഷനുകളെ വായനശാലകളുമായി ബന്ധിപ്പിക്കണമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ES ബിജു, മാരിയമ്മൻ കോവിൽ ട്രസ്റ്റ് പ്രസിഡന്റ് P പ്രമോദ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള 2024 സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ SHO AS അൻസലിനെയും 37 വർഷത്തെ പ്രവാസി ജീവിതത്തിന് ശേഷം നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഫിലിപ്പ് ജോസഫ് കുഴിയാമ്പറമ്പിനെയും മന്ത്രി മെമന്റോ നൽകി ആദരിച്ചു. വാർഡ് കൗൺസിലർമാരായ രശ്മി ശ്യാം, ഉഷ സുരേഷ് എന്നിവർ SLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള പുരസ്കാരങ്ങൾ നൽകി. അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി വിജയ സദാനന്ദൻ, ട്രഷറർ PC ജോസഫ്, ജോയിന്റ് സെക്രട്ടറി CR അനിൽകുമാർ, കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജയ P നായർ എന്നിവർ പ്രസംഗിച്ചു.